സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാകണേ യേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുവിൻ. കർത്താവ് നമുക്ക് നൽകുന്ന ഒരു നല്ല ഉപദേശമാണ്. ബുദ്ധിയുള്ളവരും നിഷ്കളങ്കരുമാകുക. ആമേൻ. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്നത് ചെന്നായ്ക്കളുടെ മുമ്പിലേക്കാണ്. അവിടെ നിഷ്കളങ്കത മാത്രം പോരാ, അവിടെ ബുദ്ധി വേണം. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും ശ്രദ്ധിച്ചു നോക്കിയാൽ നാം അവിടെ ബുദ്ധിയോടെയും ജ്ഞാനത്തോടെയും ഇടപെടാത്തതിൻ്റെ പല പരാജയങ്ങളും നമുക്ക് കാണാൻ കഴിയും. നമ്മെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർണ്ണമായി നമുക്ക് തികയ്ക്കണമെങ്കിൽ ദൈവികമായ ജ്ഞാനവും ദൈവികമായ ബുദ്ധിയും ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ തുടക്കം മുതലേ പലപ്പോഴും കൊന്നുകളയാൻ പലവിധത്തിലെ തന്ത്രങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ മനുഷ്യരിലൂടെ, വ്യക്തികളിലൂടെ പൈശാചികത്തിൻ്റെ നേരിട്ടുള്ള ആക്രമണത്തിലൂടെയൊക്കെ കടന്നു വന്നു. എന്നാൽ അവിടെയെല്ലാം യേശു പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനായും പ്രാവിനെ പോലെ നിഷ്കളങ്കനായും നിന്നിരുന്നു. അതുകൊണ്ട് യേശു കർത്താവിന് തൻ്റെ നിയോഗം മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. സമയത്തിന് മുമ്പ് മരിച്ചില്ല, സമയത്തിന് മുമ്പ് ഒന്നും സംഭവിച്ചില്ല. യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവോളം യേശു ആരോഗ്യത്തോടെ നിന്നു. ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എൻ്റെ മേലൊരു അധികാരമില്ല. പറയുന്നു, ഇത് ഇരുളിന്റെ സമയമാണ്. ഒരിക്കൽ യേശുവിനെ കുറ്റം ചുമത്തുവാൻ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ അടുക്ക് വരുമ്പോൾ യേശുവോടെ ജ്ഞാനത്തോടെ ബുദ്ധിയോടെ ഇടപെടുന്നുണ്ട്. ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇന്ന് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുമ്പോൾ യേശുവോടെ ജ്ഞാനത്തോടെ ബുദ്ധിയോടെ നിൽക്കുന്നുണ്ട്. ആമേൻ. യോഹന്നാന്റെ സ്നാനം എവിടെ എന്ന് ചോദിക്കുമ്പോൾ യേശുവോടെ ജ്ഞാനത്തോടെ ബുദ്ധിയോടെ ഇടപെടുന്നുണ്ട്. അതേ ബുദ്ധിയും അതേ ജ്ഞാനവും അതേ നിഷ്കളങ്കതയും നമുക്കും ആവശ്യമാണെന്ന് യേശു പറയാണ്. ചെന്നായ്ക്കളുടെ നടുവിലാണ്, പക്ഷെ നിങ്ങൾ അവിടെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കണം. ആമേൻ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. സത്യമേ പറയാവൂ, പക്ഷെ അത് സ്നേഹത്തിലായിരിക്കും. കോപിക്കാതെ സത്യം സംസാരിക്കുക. ആമേൻ. അതിനെല്ലാം നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ഇന്നത്തെ ഈ വചനം കേൾക്കുമ്പോൾ പല പ്രശ്നങ്ങളും
ഉണ്ടായതിൻ്റെ പിൻപിൽ ഈ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ബുദ്ധിയും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഈ വചനം കേൾക്കുമ്പോൾ ഒരു വിശേഷമായ ദൈവത്തിൻ്റെ ബുദ്ധി, വിശേഷമായ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം നിങ്ങളുടെ മേൽ തരികയാണ്. നിഷ്കളങ്കമായി ബുദ്ധിയോടെ ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ദീർഘകാലം നിങ്ങൾ ജീവിക്കും. ആവശ്യമില്ലാത്ത എല്ലാ കുരുക്കുകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കും. പിശാചിന്റെ കണിയിൽ അകപ്പെടാതെ വിരിച്ച വല പൊട്ടിപ്പോയി കുരുക്കുകളിൽ പെടാത്ത ഒരു പക്ഷിയെ പോലെ നിങ്ങൾ പുറത്തു വന്നിരിക്കും. നിങ്ങളെ തകർക്കാൻ വേണ്ടി പിശാചിട്ട ചില കുരുക്കുകളിൽ നിങ്ങൾ വീഴത്തില്ല. ഓരോ കാര്യങ്ങളും ആത്മാവിൽ കണ്ട് ആത്മാവിൽ ജയിപ്പാൻ ദൈവത്തിൻ്റെ വിശേഷ ബുദ്ധിയും ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് ദൈവികമായ ജ്ഞാനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ യേശുവിൻ്റെ നിഷ്കളങ്കതയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കും. കർത്താവേ, അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വിഷയങ്ങളെയും അവർ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിനെ ദൈവിക പരിജ്ഞാനത്തോടെ നേരിടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. ആ കാര്യത്തിൽ കർത്താവ് സ്നേഹത്തിൽ സകലതും സംസാരിപ്പാൻ, സ്നേഹത്തിൽ സത്യം സംസാരിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. അവരുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവെ സ്നേഹത്തിൽ പരിഹരിക്കുവാൻ, നിഷ്കളങ്കതയോടെ കർത്താവെ ദൈവിക പരിജ്ഞാനത്തിൽ പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേൽ ഓരോ കാര്യവും ചെയ്യുവാൻ ആവശ്യമായ ഡിവൈൻ വിസ്ഡം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകേണ്ടതിന് ഡിവൈൻ നേച്ചർ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇവരെ തകർക്കുവാൻ വേണ്ടി ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കളെ കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, ചതിക്കുഴികളിൽ നിന്ന് മാറുവാൻ, വ്യർത്ഥ സ്നേഹങ്ങളിൽ നിന്ന്, കപടമുഖങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് സഹായിക്കണമേ. എവിടെയൊക്കെയോ കുരുങ്ങിപ്പോയ ചിലരിത് കേൾക്കുന്നുണ്ടല്ലോ. കപട സ്നേഹത്താൽ, കപട ബന്ധത്താൽ, വശീകരണത്താൽ, സ്വാധീനത്താൽ, മുഴുലോകവും സാത്താന്റെ സ്വാധീനത്താലാണല്ലോ. ചില സ്വാധീന വലയത്തിനകത്ത് കയറി യഥാർത്ഥമായി ദൈവം അനുവദിച്ച ബന്ധങ്ങളിൽ നിന്ന് അറ്റുപോയവർ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ ആ കുരുക്കൾ പൊട്ടട്ടെ, അവർ പുറത്തു വരട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു, അവരെ ഉയർത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അവരുടെ വിടുതലിൻ്റെ ദിവസമായിരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്, ദൈവസാന്നിധ്യം കൂടെയുണ്ട്. പരിശുദ്ധാത്മാ നിങ്ങളെ സഹായിക്കും. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.